ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ആ യുവാവ് ഉറക്കത്തിൽ നിന്നും ചാടി ഉണർന്നത്. മാലാഖ സ്വപ്നത്തിൽ നൽകിയ ആ വാക്ക് ഇമ്മാനുവേൽ. ആ വാക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാം തിരുവചനം. ആ വചനത്തിൽ നമുക്ക് ഈ വാക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ. തൻ്റെ ഗർഭിണിയായ ഭാര്യ മറിയത്തെയും കൂട്ടി ഇത്രയധികം ദൂരം സഞ്ചരിക്കുവാൻ യൗസേപ്പ് പിതാവിനെ പ്രേരിപ്പിച്ച ആ പ്രതീക്ഷയുടെ വാക്ക്, അത് ഇമ്മാനുവേൽ എന്ന ആ ദൈവദൂതൻ നൽകിയ വാക്ക് തന്നെയായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു ഇമ്മാനുവേൽ എക്സ്പീരിയൻസ് ഓരോരുത്തർക്കും ഉണ്ടാവും. അതുപോലെ ഒരു അനുഭവം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ കഠിനമായ മഞ്ഞ് പെയ്യുന്ന ഒരു ദിവസം യാത്ര ചെയ്യവേ അത്ഭുതകരമായി ഒരു അപകടത്തിൽ നിന്ന് ഒരു റോഡ് മുറിച്ച് കടക്കവേ മഞ്ഞ് കാരണം ബ്രേക്ക് നഷ്ടപ്പെടുകയും റോഡിന് കുറുകെ വണ്ടി സ്കിഡായി ഡ്രാഗ് ചെയ്തു പോവുകയും വളരെയധികം വാഹനങ്ങൾ ക്രോസ് ചെയ്യുന്ന മറ്റൊരു റോഡിനെ നമ്മുടെ വാഹനം മുറിച്ച് കടക്കുകയും ചെയ്തു. അത്ഭുതകരമായി ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും മറ്റു വാഹനങ്ങളെല്ലാം ആ നിമിഷം സിഗ്നൽ റെഡായി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതുകൊണ്ട് മാത്രം നമ്മൾ അന്ന് രക്ഷപ്പെട്ടതാണ്. അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കഥ മറ്റൊന്നാവുമായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായ പല പല അവസരങ്ങൾ ഉണ്ടായിരിക്കാം. ആ അവസരങ്ങൾ, ആ നിമിഷങ്ങൾ ഓർത്തെടുത്ത് കൂടുതൽ ഗ്രേറ്റ്ഫുള്ളായിട്ട് ജീവിക്കാൻ ഈ ക്രിസ്മസ് കാലം നമ്മൾക്ക് ഇടയാവട്ടെ. ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ എന്ന ആ വാക്ക് നമ്മുടെ 2024 ക്രിസ്മസിനെ കൂടുതൽ ആശ്വാസദായകമാക്കട്ടെ. നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.